നോമ്പുതുറയിൽ ഒരു പ്രധാനപ്പെട്ട വിഭവമായ തരിക്കഞ്ഞി അല്ലെങ്കിൽ തരികാച്ചിയതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഈ പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം. പശുവിൻ പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചു വരണം. ഇപ്പോൾ ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഇത് കട്ടകെട്ടാതെ നന്നായി ഇളക്കി കൊടുക്കണം. വറുക്കാത്ത റവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. റവ വറുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്നാൽ വറുത്ത റവയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതുകൊണ്ടും ഉണ്ടാക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇത് തിളച്ച് റവ നന്നായി വെന്തു വരണം. ഇതിപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല മധുരത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നമുക്കിതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ റവ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ ശരിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ചേർക്കുന്നുണ്ട്. റോസ് വാട്ടർ ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. ഇത് ആറി വരുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാനുള്ള ചേരുവകൾ തയ്യാറാക്കാം. ഇതിനായി ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഇപ്പോൾ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇടാം. ഇനി ഇതൊന്ന് മൂത്തു വരണം. ഇതിപ്പോൾ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ഇട്ടതിന് ശേഷം അധിക നേരം ഇളക്കേണ്ട ആവശ്യമില്ല. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി മൊരിഞ്ഞു വരണം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പവും വളരെ കുറഞ്ഞ സമയവും മതി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.